അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ജീവൻ തരുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. നമ്മുടെ ജീവൻ എടുക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. എന്നാൽ പല സംഭവങ്ങൾ, അത്ഭുതങ്ങൾ നമ്മൾ കാണാറുണ്ട്. തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന അവസ്ഥ, അല്ലേ? പല അപകടങ്ങളിൽ നിന്നുമൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് വീഴുക, അല്ലെങ്കിൽ വാഹനങ്ങൾ കയറി വരിക. പക്ഷെ അവരുടെ തൊട്ടടുത്തേക്ക് എത്തുമ്പോഴേക്ക് ആ വാഹനം സ്റ്റോപ്പാകുന്നത്, അല്ലെങ്കിൽ അത് വീഴുന്നത് എടുത്ത് അവർ മാറി നിൽക്കുന്നതൊക്കെ നമ്മൾ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ കാണാറുണ്ട്. ചില ആളുകൾ അബദ്ധവശാൽ പെട്ടെന്ന് മരണപ്പെടുന്നതും ഇതുപോലുള്ള അപകടത്തിൽ പ്രയാസത്തിൽപ്പെട്ട് മരണപ്പെടുന്ന സംഭവങ്ങളുമൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അതുപോലത്തെ ഒരവസ്ഥ തന്നെയാണ് കോമയിൽ കിടക്കുക എന്ന് പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞു വരുന്നത്, നമുക്കറിയാം ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ശരീരത്തിന് അനക്കമുണ്ടാകും, പക്ഷേ ഈ ചുറ്റുഭാഗത്ത് നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചും നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ പറഞ്ഞു വരുന്നത് സൗദി രാജകുമാരൻ, ഇന്നും പറയുന്നു ഉറങ്ങുന്ന രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ ത്വാലാൻ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട ഒരു സഹോദരൻ, അല്ലേ? അറേബ്യൻ രാജകുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരനാണ്, ചെറുപ്പക്കാരനാണ്. അദ്ദേഹം 2005 വാഹനാപകടത്തിൽ പെടുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് ഇന്ന് കോമ അവസ്ഥയിലാണ് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനുള്ളത്. നമുക്കറിയാം, അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നപ്പോൾ ഇന്ന് അദ്ദേഹം റിയാദിൽ കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റലിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. 2019 സമയത്ത് അദ്ദേഹത്തിൻ്റെ വിരലൊന്ന് അനക്കി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തലയൊന്ന് ചെരിച്ചു എന്നൊക്കെ പറയാൻ കഴിയുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞു വന്നത്, ഈ ഒരു സംഭവം പുറത്തു വന്നപ്പോഴും ഇതിനെക്കുറിച്ചും സാധാരണ വരുന്നത് പോലെ ഒരുപാട് ഫേക്ക് ന്യൂസുകൾ വരാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു ദിവസമായിരുന്നു ഈ കഴിഞ്ഞ 2025 ഏപ്രിൽ 18 അദ്ദേഹം ജന്മദിനം ആഘോഷിച്ചു, അദ്ദേഹം എണീറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്ത, ഒരു വീഡിയോ സഹിതം നമുക്ക് പുറത്തു വരുന്നതായിട്ട് കണ്ടു. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും തന്നെ അങ്ങനെ എണീക്കുകയോ പുറത്തു വരികയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇപ്പോഴും അതുപോലെ തന്നെയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എൻ്റെ പ്രിയമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ, ചുറ്റും നടക്കുന്നത് ഒന്നും അദ്ദേഹത്തിന് പറയാനോ അറിയാനോ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ചലനമുണ്ട്, ജീവനുണ്ട്. അങ്ങനെ 20 വർഷത്തോളമായി അദ്ദേഹം ഇന്നിങ്ങനെ കിടക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചാണ്. വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വിശദമായിട്ട് നമ്മെ പരിചയപ്പെടുത്തുന്ന ആ ചരിത്രം നമുക്കറിയാം. ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അവിടെ നിന്ന് അന്നത്തെ രാജാവ് ഇവരെ ഈ 7 ചെറുപ്പക്കാരെ അവിടെ നിന്ന് ആക്രമിക്കുകയും അവരെ ഇസ്ലാമിൽ നിന്ന് അവരെ മാറ്റി നിർത്തപ്പെടാൻ വേണ്ടി, ഇസ്ലാം ഒഴിവാക്കി അവരുടെ ബിംബാരാധനയും മറ്റുമൊക്കെയായിട്ട് കഴിഞ്ഞുകൂടാൻ വേണ്ടിയിട്ട് പറയുകയും ഇസ്ലാമിൻ്റെ പ്രചരണം ഇവിടെ വേണ്ട എന്ന് ഒരു അക്രമിയായ അന്നത്തെ രാജാവ് അവിടെ നിന്ന് പറഞ്ഞ ആ ഒരു സംഭവം, അവർ നാട് വിട്ട സംഭവം, ഇതൊക്കെ നമുക്കറിയാം. പിന്നീട് ഗുഹയിൽ വന്നിട്ടുള്ള താമസവും അവിടെ അവരുറങ്ങി അവസാനം ആ കാലഘട്ടത്തിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന നാണയത്തൊട്ടുകൾ മാറിയ സംഭവം പോലും അവർക്ക് പറയാനും അറിയാനും കഴിഞ്ഞിട്ടില്ല. അത്രത്തോളം ദീർഘമായിട്ടുള്ള ഒരു ഉറക്കവും വിശ്രമവുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തത്. അങ്ങനെ ഒരു അവസ്ഥ നമുക്കറിയാം. അവരും സത്യം പറഞ്ഞാൽ എന്താണ് ലോകത്ത് നടന്നത് എന്നോ ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നോ ഈ പ്രപഞ്ചത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചിട്ടോ ഒന്നും അവർക്കറിഞ്ഞിരുന്നില്ല. എന്നതുപോലെ ഈ രാജകുമാരൻ ഇന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഉറക്കിൻ്റെ കോമ അവസ്ഥ കൊടുത്തിരിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് രണ്ടും താരതമ്യപ്പെടുത്തുകയല്ല, ഓർമ്മ വന്നതാണ്. ഇത്രയും വർഷക്കാലം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഈ ചെറുപ്പക്കാരൻ കിടക്കുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഓർമ്മ വന്നൊരു സംഭവം എൻ്റെ പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്തിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അവസ്ഥകളിൽ നിന്നും അള്ളാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു സംഭവം നമുക്ക് പറയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവ് അലി റളിയല്ലാഹു തആല അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും ഇസ്നതൈൻ. നിങ്ങളുടെ ജീവിതത്തിൽ 2 കാര്യങ്ങളെ ഞാൻ ഭയപ്പെടുന്നുണ്ട്. വല്ലാതെ കാര്യത്തിൽ എൻ്റെ ഹൃദയത്തിൽ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നു എന്ന് മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഒന്ന് തൂലുൽ അമൽ, അമിതമായിട്ടുള്ള ആർത്തിയാണ് എന്ന്.
സമ്പത്തിനോടാകാം, ദുനിയാവിൻ്റെ ജീവിതത്തിനോടാകാം, വസ്ത്രങ്ങളോടാകാം, ആഭരണങ്ങളോടാകാം, എന്തിനോടുമുള്ള അമിതമായിട്ടുള്ള ആർത്തി, ദുനിയാവിൻ്റെ ഈ സൗന്ദര്യത്തിലുള്ള അമിതമായിട്ടുള്ള ആർത്തിയെ ഞാൻ ഭയപ്പെടുന്നു. രണ്ടാമത് പറഞ്ഞു വത്തിബാ ഉൽ ഹവ, സ്വന്തം ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളോട് മാത്രം പ്രവർത്തിക്കുന്നത്, അതിലൂടെ മാത്രം കടന്നു പോകുന്നതിനെ, അതിലൂടെ മാത്രം സ്നേഹം കൊടുക്കുന്നതിനെ ഞാൻ നിങ്ങളിൽ നിന്ന് ഭയപ്പെടുന്നു എന്ന് അലി റളിയല്ലാഹു തആല അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് നമുക്കറിയാം, സ്വന്തം ഇഷ്ടം എന്ന് പറയുന്നത് തെറ്റിനോടാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക, നന്മയോടല്ല. തെറ്റ് ചെയ്യാനും തെറ്റിൻ്റെ കൂടെ നിൽക്കാനും അതിനോടായിരിക്കും നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഇച്ഛകളോടാണ് ഇഷ്ടമുണ്ടാകുക. എൻ്റെ പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ സ്വന്തം ശരീരത്തോടുള്ള ആ ഇഷ്ടത്തെ, അതിനെ ഇഷ്ടം വെക്കുന്നതിനെ, പ്രിയം വെക്കുന്നതിനെ ഞാൻ നിങ്ങളിൽ നിന്ന് ഭയപ്പെടുന്നു എന്ന് മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നുണ്ട് തൂലുൽ അമൽ, ആ ഒരു അമിതമായിട്ടുള്ള ആർത്തി എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് അതിനെക്കുറിച്ചിട്ട് പറയാണ്, ആ ഒരു ആർത്തി എന്ന് പറയുന്നത് ഫഇൻസൽ ആഖിറ, അത് ആഖിറത്തിൻ്റെ ചിന്തയെ, പരലോക ചിന്തയെ ഇല്ലാതെയാക്കും. അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ബോധത്തെ ഇല്ലാതെയാക്കും. മഹ്ശറുണ്ട്, ഖബറുണ്ട്, സിറാത്തുണ്ട്, ഒരു ജീവിതം നമുക്ക് വരാനുണ്ട്. അതിനെക്കുറിച്ചുള്ള എല്ലാ ചിന്തകളെയും ഈ ഒരു അവസ്ഥ, ദുനിയാവിൻ്റെ ഈ ഒരു അമിതമായ ആർത്തി നമ്മുടെ ഇല്ലാതെയാക്കും എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയാണ്. രണ്ടാമതായിട്ട് പറയുന്നത് അവിടുന്ന് വത്തിബാ ഉൽ ഹവ, അല്ലേ, ആ ഒരു സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാത്രമാണ് നമ്മൾ നിൽക്കുന്നത് എങ്കിൽ, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ, ശരീരത്തിൻ്റെ ഇച്ഛകളോടുള്ള ആ സ്നേഹം, ശരീരത്തിൻ്റെ ഇഷ്ടത്തോടുള്ള ഒരു ഇഷ്ടമാണ് പ്രവർത്തനങ്ങളിലുള്ളത് എങ്കിൽ, മഹാനവറുകൾ അവിടുന്ന് പറയാണ് ഫയസുദ്ദു അനിൽ ഹഖ്, ശരീരത്തെ അത് തടയും, ശരിയായ കാര്യത്തെ അത് തടയും, നന്മയെ തടഞ്ഞു വെക്കുമെന്ന് മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നന്മയിൽ നിന്ന് തടയുന്ന ഒരു കാര്യമാണ് സ്വന്തം ശരീരത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നത്. തെറ്റുകളോടാണ് ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാവുക, അത് നന്മയിലേക്ക് എത്താൻ നമ്മളെ തടയും, നന്മയുടെ കാര്യത്തിൽ നിന്ന് തടഞ്ഞു വെക്കുമെന്ന് മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു തആലയാണ് എനിക്കെല്ലാം തരുന്നത്. അതുകൊണ്ട് ആ റബ്ബിന് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കണം എന്നുള്ളൊരു ദൃഢനിശ്ചയം നമ്മുടെ ഹൃദയത്തിലുണ്ടാവുക. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, നമ്മുടെ സ്വന്തം ശരീരത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനം, ആ രീതിയെ നമ്മൾ ശ്രദ്ധിക്കണം, ഒഴിവാക്കണം. രണ്ടാമത്തത്, ദുനിയാവിൻ്റെ കാര്യത്തിലുള്ള ആർത്തിയെ, അതും നമ്മൾ ഒഴിവാക്കണം. അല്ലാഹു തആല നമുക്ക് നന്മ നൽകട്ടെ. നമുക്ക് ആർത്തി പറ്റും, ഒരുപാട് ആർത്തി നമുക്ക് പറ്റും. അത് ദീനിൻ്റെ കാര്യത്തിൽ ഇൽമ് ശേഖരിക്കാൻ, റബ്ബിലേക്കുള്ള അടുപ്പത്തിന്, ആ ആർത്തിയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ സമ്പത്തിനോടും ദുനിയാവിൻ്റെ ആവശ്യങ്ങൾ, അല്ലേ, സമ്പത്ത്, വസ്ത്രം, നമ്മുടെ ആഭരണങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്, വാഹനം എന്നതിനെക്കുറിച്ചുള്ള ഒരു ആർത്തി ഉണ്ടല്ലോ, ആ ആർത്തി നമ്മൾ ഒഴിവാക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് ഏറ്റവും നല്ലത്. അള്ളാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നന്മയുടെ പക്ഷം അള്ളാഹു ചേർത്ത് തരട്ടെ. നല്ല ചിന്തയും ബോധവും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.